സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഹരിതചട്ടങ്ങൾ കർശനമായി നടപ്പാക്കിയ എമിറേറ്റ്സ് എയർലൈൻ വിമാനങ്ങളുടെ ഇന്ധന ഉപഭോഗത്തിൽ 48,000 ടൺ കുറവ് വരുത്തി. കാർബൺ പുറന്തള്ളലിൽ 1.51 ലക്ഷം ടണ്ണിന്റെ കുറവ് രേഖപ്പെടുത്തി. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച പൈലറ്റുമാരാണ് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്കുവഹിച്ചതെന്ന് എയർലൈൻ വ്യക്തമാക്കി. ദുബൈയിലെ 23 സ്കൂളുകൾക്ക് മികച്ച പദവി നൽകി ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ദുബൈയിലെ 3,60,000 കുട്ടികൾ പഠിക്കുന്ന 209 സ്കൂളുകളിൽ നിന്നാണ് അധികൃതർ കൃത്യമായ പരിശോധനയിലൂടെ മികച്ച 23 സ്കൂളുകൾ തെരഞ്ഞെടുത്തത്. യാത്രയിൽ മറ്റുള്ളവരുടെ ബാഗേജ് വഹിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ബാഗ് വഹിക്കുന്നവർക്കായിരിക്കും നിയമപരമായ പൂർണ്ണ ഉത്തരവാദിത്തം. ബാഗേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് യാത്രാ നടപടികളെ ബാധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ആഗോള സൈബർ സുരക്ഷയിൽ സൗദി മുന്നിൽ. സ്വിസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് റാങ്കിങ്ങിൽ സൗദി 1-ാം സ്ഥാനത്തെത്തിയത്. സൈബർ സുരക്ഷയിൽ സൗദി പാലിക്കുന്ന കർശന നടപടിയാണ് ഉയർന്ന റാങ്കിങ്ങിലേക്ക് വഴിയൊരുക്കിയത്. കുവൈത്തിൽ 2 മണിക്കൂർ വൈദ്യുതി പവർ കട്ട് ഏർപ്പെടുത്തുമെന്ന് വൈദ്യുതി മന്ത്രാലയം. കനത്ത ചൂട് തുടരുന്നതിനാൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണിത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 5 മണിക്കുമിടയിലാണ് പവർ കട്ട് നടപ്പാക്കുക. കാബാലയത്തിന്റെ പ്രധാന താക്കോൽ സൂക്ഷിപ്പുകാരനും കെയർടേക്കറുമായിരുന്ന ഷെയ്ഖ് സാലിഖ് അൽ ഷൈബി അന്തരിച്ചു. ഖബറടക്കം മക്കയിൽ നടക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുചരനായ ഉത്മാൻ ബിൻ തൽഹയുടെ 109ാമത്തെ പിൻഗാമിയായിരുന്നു ഷെയ്ഖ് സാലിഖ് അൽ ഷൈബി. 2013 ഷെയ്ഖ് സാലിഖ് കബയുടെ സൂക്ഷിപ്പുകാരനായി ചുമതലയേറ്റത്. ഗസയിലെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായി ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് UN ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ഭക്ഷണമോ മരുന്നോ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും UN കുറ്റപ്പെടുത്തി. കുടിവെള്ളം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെ കഴിഞ്ഞ ദിവസം നിരവധി തൊഴിലാളികൾ മരണപ്പെട്ടിരുന്നു.